ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു മോനെ, എല്ലാം പൊരിഞ്ഞ വില. ഭയങ്കര വിലയാണ്. ഏതിനാ ഏറ്റവും കൂടുതൽ വില? ഏറ്റവും കൂടുതൽ ഉള്ളി, സവാള ഒക്കെ ഭയങ്കര വിലയാണ്. എത്രയാ വില? 160 രൂപ 1 കിലോ ഉള്ളിക്ക്. എങ്കിലും വാങ്ങാതിരിക്കാൻ വയ്യ. എല്ലാം വേണ്ട ഇത്തിരിക്ക്. വല്ലാത്ത കഷ്ടത്തിലാണ്. പലചരക്കടയിൽ 1 കിലോ പഞ്ചസാര 70 രൂപ. എങ്ങനെ ഓണം ഘോഷിക്കും? എല്ലാം കൊണ്ടും ഓണം എല്ലാവരും വയറ്റത്തടിക്കുന്ന ഒരു കണ്ടീഷൻ, തൊഴിലാളികളുടെയും പാവപ്പെട്ട സാധാരണക്കാരന്. കാരണം ഒരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ അവൻ്റെ അണ്ടം കീറോ എന്നുള്ള വിധത്തിലാണ് നിൽക്കണേ. ഇപ്പം പയറിന്, വെണ്ടയ്ക്ക് ഇതിനൊക്കെ വില കൂടിക്കൊണ്ടേ നിൽക്കുകയാണ്. സാധനത്തിന് പൊതുവെ പച്ചക്കറിക്കൊക്കെ വില കൂടി. പച്ചക്കറിക്കല്ല, പൊതുവെ എല്ലാ സാധനത്തിനും അത് ഗവൺമെൻറ് ഇടപെടണം എല്ലാ കാര്യത്തിലും. മസാല സാധനം കുറയുന്നില്ല. പഞ്ചസാരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറുന്നത്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം മലയാളി ആഘോഷിച്ച ഈ ഓണക്കാലം സാമൂഹികവും രാഷ്ട്രീയവുമായ അന്തരങ്ങൾ സർവ്വതല മേഖലകളിലും സ്പർശിക്കുന്ന ഒന്നായിരുന്നു. ഓണം പടിവാതിലിൽ എത്തി നിന്നപ്പോഴും മുൻപെങ്ങുമില്ലാത്ത വിധം വറുതിയുടെ ഓണം ഉണ്ണേണ്ടി വരുമോ എന്ന ആശങ്ക ഓരോ മലയാളിയുടെയും വീടുകളിൽ നാം കണ്ടു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം ഇത്രയധികം ഞെരുക്കം അനുഭവിച്ച ഒരു കാലം കടന്നുപോയിട്ടില്ല. വിലക്കയറ്റം കൊണ്ട് നാട് പൊറുതിമുട്ടുമ്പോൾ വിപണിയിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയാത്ത ഒരു പുതിയ സർക്കാരിനെ കേരളം കണ്ടു. പലവ്യഞ്ജനങ്ങൾക്കും അവശ്യ വസ്തുക്കൾക്കും വിദൂര സംസ്ഥാനങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നു. ഇത് ഒരു ഓണക്കാലത്തെ മാത്രം പ്രശ്നമല്ല. മലയാളിയുടെ ജീവിത സാഹചര്യം കഴിഞ്ഞ 3 മാസമായി സഞ്ചരിക്കുന്നത് ഈ ദുരന്താവസ്ഥയിലാണ്. ദിനം പ്രതിയുള്ള വിലക്കയറ്റം വലിയ ആഘാതമാണ് സമൂഹത്തിന് സമ്മാനിച്ചത്. അല്ല, കേരള ജനതയ്ക്കുള്ള പൂക്കി സർക്കാരിന്റെ സമ്മാനം എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ശരി. എന്നാൽ 2016 മുതലുള്ള 10 വർഷം ഒരിക്കൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിന്റെ ഒന്നും ദുരിതം പേറേണ്ടി വന്നിട്ടില്ല. അവിടെയാണ് LDF സർക്കാർ, UDF സർക്കാർ എന്ന താരതമ്യം പ്രസക്തമാകുന്നത്. LDF കാലത്തും വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കരുത്തും ഇച്ഛാശക്തിയുമുള്ള ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വ്യത്യാസം. വിലക്കയറ്റത്തെ പരമാവധി പ്രതിരോധിക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് പിണറായി വിജയൻ നയിച്ച 2 സർക്കാരുകളും ചെയ്തത്. പക്ഷേ അങ്ങനെയൊരു സമീപനം UDF സർക്കാരിൽ നിന്ന് നാം പ്രതീക്ഷിക്കരുത്. അത്തരത്തിൽ വലിയ വിലയാണ് ഇവിടെയുള്ള അവശ്യ സാധനം. അതായത് പച്ചക്കറി മുതൽ മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ വർദ്ധിച്ചതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അരിക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയാണ്. അത് പൊന്നി അരിക്ക് 75 രൂപയായി എന്നുള്ളതാണ്. അതായത് 1.5 മാസം മുമ്പ് 54 രൂപയുണ്ടായിരുന്ന പൊന്നി അരിക്ക് 75 രൂപയായി എന്നുള്ളത്. സുലേഖ, ജയ ഈ അരികൾക്കൊക്കെ വർദ്ധിച്ചു. അങ്ങനെ അരികൾക്ക് മുഴുവൻ വർദ്ധിക്കുന്നു. മറ്റ് അവശ്യ സാധനങ്ങൾക്കെല്ലാം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. വില ഒരു അല്പം കൂടിയല്ലേ ഇപ്പോൾ? വിലയൊക്കെ ഇപ്പോൾ അല്ല, ആദ്യം വളരെയധികം കൂടിക്കോ. എല്ലാം ക്യാരറ്റിന് 90 ആയി അല്ലേ? ക്യാരറ്റൊക്കെ 90 ആയി. എല്ലാത്തിനും കൂടിക്കോ. ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. ഓണത്തിന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. കരഞ്ഞോണമെന്നായിരിക്കും പറയണത് എല്ലാവർക്കും ജനങ്ങൾ. മാവേലി സ്റ്റോറിനെ തകർക്കാൻ വാമനൻ സ്റ്റോറും കുടുംബശ്രീയെ തകർക്കാൻ ജനശ്രീയും പോലുള്ള പാഴായ പരീക്ഷണങ്ങൾ നടത്തിയ ചരിത്രമുള്ള UDFന് ഒരിക്കൽ പോലും ജനകീയ പ്രശ്നങ്ങളെ ജനപക്ഷത്ത് നിന്ന് നോക്കിക്കാണാനാകില്ല. പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ഈ സർക്കാരിന്റെ താല്പര്യമില്ലായ്മയുടെ ദുരന്ത ഫലമാണ് വിപണിയിൽ പ്രകടമാകുന്നത്. പൊതുവിതരണ രംഗത്തും വിപണി ഇടപെടലിലും ജനപക്ഷ നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതുകൊണ്ടാണ് അരിയുടെയും പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില കുതിച്ചുയരുന്നത്. എല്ലാ വിഭാഗത്തിനും സാധ്യമായ അളവിൽ റേഷൻ നൽകി LDF പ്രതിസന്ധി മറികടന്നപ്പോൾ UDF റേഷൻ വിഹിതം വെട്ടിക്കുറച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടുതൽ. പൊതുവെയുള്ള ചിത്രം എല്ലായിടത്തും വില അപ്രതീക്ഷിതമായിട്ടാണ് വർദ്ധിച്ചത്. സർക്കാർ ആദ്യം കയറിയപ്പോൾ പറഞ്ഞത് വിലക്കയറ്റം ഉണ്ടാകില്ല, അത്തരത്തിലുള്ള ദുരിതം ഒഴിവാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ മാറ്റത്തിനായി പുതിയ സർക്കാരിനെ തെരഞ്ഞെടുത്ത പാവങ്ങളെ 100 ദിവസം പിന്നിടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ഈ പൂക്കി സർക്കാർ.